റെയിൽവേ എക്സാമിന് എല്ലാവരും പറയുന്ന ബുദ്ധിമുട്ട് സമയക്കുറവാണ്. അതായത് CBT 1 നമ്മൾ നോക്കുകയാണെങ്കിൽ 54 സെക്കൻഡാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന സമയം. CBT 2 പോകുമ്പോൾ 45 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം. അപ്പോൾ ഇതാണ് എല്ലാവരും പറയുന്ന ബുദ്ധിമുട്ട്, സമയക്കുറവാണ്, ഒരുപാട് 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 പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആക്കാൻ പറ്റിയാലോ? അതായത് ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ, എത്ര സൂപ്പറായിരിക്കും. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന RRB NTPCയുടെ 3ാമത്തെ ബാച്ച്. അതായത് നമ്മൾ ഈ ബാച്ചിനകത്ത് നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അല്ലാതെ നമുക്ക് ഫുൾ പഠിച്ച് പട്ടം മേടിക്കുക, കുറേ സാധനങ്ങൾ നമ്മൾ പഠിക്കുക, അതല്ല. മറിച്ച് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലൈസ് ചെയ്താലും അതിനകത്ത് ഏറ്റവും അധികം ടോപ്പ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചേക്കുന്ന ആ ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സസ് അലൈൻ ചെയ്തേക്കാണ്. അപ്പം അങ്ങനെ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 3ാമത്തെ ബാച്ചിലേക്ക് വരാം. അപ്പം അതിനകത്ത് ഏറ്റവും മികച്ച കണ്ടന്റ്സ് മാത്രമല്ല, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ്. അതായത് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും, ഒക്കെ എനിക്ക് നന്നായിട്ട് പഠിക്കണം, ബാക്കിയെല്ലാം ചെയ്യണം. പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് താഴേക്ക് പോയാൽ അവിടെ നിങ്ങളെ കൈ പിടിച്ച് കയറ്റുന്ന രീതിയിൽ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിരിക്കും. അവർ എക്സാം എഴുതാതിരുന്നാൽ കൃത്യമായിട്ട് അവർ നിങ്ങളെ സമീപിക്കും. അപ്പം അങ്ങനെ ഒരു സൂപ്പർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനി സമയം പാഴാക്കണ്ട, നമ്മളിലേക്ക് വരാം. നമ്മുടെ 3ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേറൊന്നും പറയാനില്ല, ഒറ്റ വാക്കിൽ തന്നെ പറയാം, നമ്മുടെ ഒരു ടാഗ് ലൈനാണ്. അതായത് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മനുഷ്യ സാധ്യമായതെല്ലാം നമ്മുടെ ഈ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. ബൈ.